Hello, dear students. Welcome back to ISKSA English. Okay, dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഫസ്റ്റ് സെമ്മിന്റെ ജനറൽ പേപ്പർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഒരു ആഗോള ഭാഷ എന്ന നിലയ്ക്ക് ഇംഗ്ലീഷിന്റെ പ്രാധാന്യം. അപ്പോൾ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് ലോകതലത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ എന്ന നിലയ്ക്ക് ഇംഗ്ലീഷിന്റെ പ്രാധാന്യം എന്നുള്ള 4ാമത്തെ ചാപ്റ്ററാണ്. ഇത് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് 4ാമത്തെ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്ന നിലയ്ക്ക് ഇംഗ്ലീഷിന്റെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നോക്കിക്കോളൂ, എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കാം. ഹൗ ഡിഡ് ഇംഗ്ലീഷ് എവോൾവ് ടു ബിക്കം ദ ഗ്ലോബൽ ലാംഗ്വേജ്? അതായത് ഒരു ആഗോള ഭാഷ എന്ന നിലയ്ക്ക് ഇംഗ്ലീഷ് എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് എങ്ങനെയാണ് ഒരു ആഗോള ഭാഷയായിട്ട് ഡെവലപ്പ് ചെയ്തത്, ഇവോൾവ് ചെയ്തത്? റൈറ്റ് ആൻ എസ്സേ ഇൻ നോട്ട് ലെസ് ദാൻ 300 വേർഡ്സ് എന്നുള്ളതാണ്. അതായത് 300 വേർഡ്സിൽ കുറയാതെ ഒരു എസ്സേ എഴുതുക എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് എങ്ങനെ ഇവോൾവ് ചെയ്തു, അതല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്ന നിലയ്ക്ക് ഇംഗ്ലീഷിന്റെ പ്രാധാന്യം. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ഗ്ലോബൽ ലാംഗ്വേജ് ഈസ് ദ ലാംഗ്വേജ്. ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, അതാദ്യം അറിയണ്ടേ. ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ലാംഗ്വേജ് ദാറ്റ് ഈസ് വൈഡ് സ്പ്രെഡ് ഓൾ അക്രോസ് ദ ഗ്ലോബ് ജിയോഗ്രഫിക്കലി. അതായത് ഭൂമിശാസ്ത്രപരമായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് ഓൾ അക്രോസ് ദ ഗ്ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ തലത്തിലും വ്യാപിച്ചിരിക്കുന്ന ലാംഗ്വേജ്. ഈസ് ദ ലാംഗ്വേജ് ദാറ്റ് ഈസ് വൈഡ് സ്പ്രെഡ്. വ്യാപകമായിരിക്കുന്ന, പരന്നിരിക്കുന്ന, എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് ഓൾ അക്രോസ് ദ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ. ജിയോഗ്രഫിക്കലി അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും വ്യാപിച്ചിരിക്കുന്ന ഭാഷ, എല്ലായിടത്തും, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ മേഖലകളിലും ഉള്ള ഭാഷയാണ് എന്ത്? ഗ്ലോബൽ ലാംഗ്വേജ്. ആൻഡ് മേക്സ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ഫോർ. മാത്രമല്ല ഈ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് എന്ത്? ഈ ഭാഷ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നു. അതായത് മേക്സ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ, കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നു ഫോർ പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെന്റ് ലാംഗ്വേജ് ഗ്രൂപ്പ്സ്. അതായത് വ്യത്യസ്ത ലാംഗ്വേജ് ഗ്രൂപ്പിലുള്ള ആളുകൾ, വ്യത്യസ്ത ലാംഗ്വേജ് ഗ്രൂപ്പിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ഉണ്ടായി കഴിഞ്ഞാൽ വ്യത്യസ്ത ലാംഗ്വേജ് ഗ്രൂപ്പിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. വ്യത്യസ്ത ലാംഗ്വേജ് ഗ്രൂപ്പിലുള്ള 2 ആളുകളാണ് ഒരു മലയാളിയും അതുപോലെ തന്നെ ഒരു ഹിന്ദിക്കാരനും. ഇവർക്ക് 2 പേർക്കും കൂടി സംസാരിക്കണമെങ്കിൽ മലയാളി മലയാളം പറഞ്ഞാൽ ഹിന്ദിക്കാരന് മനസ്സിലാവില്ല, ഹിന്ദിക്കാരൻ ഹിന്ദി പറഞ്ഞാൽ മലയാളിക്കും മനസ്സിലാവാത്തൊരു സാഹചര്യം വരും. അപ്പൊ ഇവിടെയാണ് 2 പേർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ എന്ന നിലയ്ക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ മേക്സ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ഫോർ പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെന്റ് ലാംഗ്വേജ് ഗ്രൂപ്പ്സ്. ഇറ്റ് ഈസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ലാറ്റിൻ ഫ്രേസ്. ഈ ഒരു എന്താണ് ഗ്ലോബൽ ലാംഗ്വേജ് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു നല്ല എക്സ്പ്ലനേഷൻ, നല്ലൊരു വിശദീകരണം ഈ ഒരു ലാറ്റിൻ ഫ്രേസിൽ. ഇതൊരു ലാറ്റിൻ പദമാണ്. ഇത് ലിംഗ ഫ്രാങ്ക എന്ന ലാറ്റിൻ പദം. ആ ലാറ്റിൻ പദം വ്യക്തമായിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്ത്? വാട്ട് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ് ഓർ
what is meant by global language is best explained by the Latin phrase lingua franca. എന്താണ് ഈ പദം അനുസരിച്ച് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് മീൻസ് എ കോമൺ ലാംഗ്വേജ് ദാറ്റ് ക്യാൻ ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് ഹാവിങ് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട്സ്. വ്യത്യസ്തമായിട്ടുള്ള ഭാഷാ പശ്ചാത്തലമുള്ള രണ്ടാളുകൾ അവർക്കിടയിലുള്ള ഗ്യാപ്പ്, ആ ഒരു ഭാഷാപരമായിട്ടുള്ള ഗ്യാപ്പ്, ഒരാൾ മലയാളി ഒരാൾ ബംഗാളി, അതൊരു ഗ്യാപ്പാണോ? യാതൊരു സംശയമില്ലാതെ എന്താണ്, ഗ്യാപ്പാണ്. എന്നാൽ ആ ഗ്യാപ്പിനെ ദാറ്റ് ക്യാൻ ബ്രിഡ്ജ്, ആ ഗ്യാപ്പിനെ യോജിപ്പിക്കാൻ പറ്റും. ബ്രിഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കാം. അതിന് കഴിയും ആർക്ക്? ഗ്ലോബൽ ലാംഗ്വേജിന്. അതായത് ഒരു മലയാളി ഒരു ബംഗാളി രണ്ടുപേർക്കും സംസാരിക്കണം. മലയാളിക്ക് ബംഗാളിയും അറിയില്ല, ബംഗാളിക്ക് മലയാളിയും അറിയില്ല, മലയാളവും അറിയില്ല. അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. ദെൻ വൈ? രണ്ടുപേരും എവിടെ നിന്നുള്ളതാ? ഹാവിങ് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട്സ്. രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട്സ് ആണുള്ളത്. രണ്ടുപേർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ഭാഷാ പശ്ചാത്തലമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. എന്നാൽ ആ ഒരു ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട്സിൻ്റെ ഗ്യാപ്പ് നികത്താൻ, അത് ബ്രിഡ്ജ് ചെയ്യാൻ കഴിയുന്നതാണ് ആര്? ഒരു ഗ്ലോബൽ ലാംഗ്വേജ്. ഇതാണ് ഈ പദം കൊണ്ട്. ഏതാ പദം? ലിംഗ്വ ഫ്രാങ്ക. ലിംഗ്വ ഫ്രാങ്ക. ഇൻ ടുഡേയ്സ് വേൾഡ്, ഇന്നത്തെ ലോകം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് ഇംഗ്ലീഷ് അറിയില്ല എന്ന് വെക്കാം, ബുദ്ധിമുട്ടല്ലേ? അതാണ് ഇന്നത്തെ കാലഘട്ടം. ഇന്നത്തെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാ മേഖലകളിലും, അതായത് ഇന്റർനെറ്റും ടെക്നോളജിയും വളർന്നതോടുകൂടി എല്ലാ മേഖലകളെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് കയ്യേറി. അതുകൊണ്ട് തന്നെ ഇൻ ടുഡേയ്സ് വേൾഡ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷ് ഈസ് ലേൺഡ് ആൻഡ് സ്പോക്കൺ across countries by people of almost all linguistic communities. ഏകദേശം ഇന്ന് എല്ലാ ഭാഷകളിൽപ്പെട്ട ആളുകളും, അതും എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ മിക്ക രാജ്യങ്ങളിലും ഇംഗ്ലീഷ് പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ആരായിക്കോട്ടെ, നിങ്ങൾ ഏത് ലാംഗ്വേജ് കമ്മ്യൂണിറ്റി എടുത്തോ, മലയാളികൾ ഇഷ്ടംപോലെ ആൾക്കാരാണ് എന്ത് ചെയ്യണത്? ഇംഗ്ലീഷ് പഠിക്കുന്നു, സംസാരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇംഗ്ലീഷ് ഈസ് ലേൺഡ്, ഇംഗ്ലീഷ് പഠിക്കുന്നു, ആൻഡ് സ്പോക്കൺ, സംസാരിക്കുകയും ചെയ്യുന്നു, അക്രോസ് കൺട്രീസ്, പല രാജ്യങ്ങളിൽ, അതും ബൈ പീപ്പിൾ ഓഫ് ഓൾമോസ്റ്റ് ഓൾ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റീസ്, ഏകദേശം എല്ലാ ഭാഷാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും. അതായത് ലാംഗ്വേജ് കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ മലയാളികൾ, ഹിന്ദികൾ അല്ല ഹിന്ദി സംസാരിക്കുന്നവർ, ബംഗാളികൾ, തമിഴന്മാർ ഇങ്ങനെ വിളിക്കൂലേ? ഇതാണ് ലാംഗ്വേജ് കമ്മ്യൂണിറ്റി. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ലാംഗ്വേജ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഇംഗ്ലീഷ് ഈസ് ലേൺഡ് ആൻഡ് സ്പോക്കൺ അക്രോസ് ഓൾ കൺട്രീസ്, അല്ലേ? അതായത് എല്ലാ രാജ്യങ്ങളിലും, കൺട്രീസ് ബൈ പീപ്പിൾ ഓഫ് ഓൾമോസ്റ്റ് ഓൾ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റീസ്. അതിൽ ഒരു കമ്മ്യൂണിറ്റി, ഏതൊരാളും ഇംഗ്ലീഷ് ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല? ഒരു ലാംഗ്വേജ് കമ്മ്യൂണിറ്റിയും മാറി നിൽക്കുന്നില്ല. ഇംഗ്ലീഷ് ഈസ് ടോട്ട് ആസ് ദ സെക്കൻഡ് ലാംഗ്വേജ് ഇൻ സ്കൂൾസ് ഇൻ മെനി കൺട്രീസ് അക്രോസ് ദ വേൾഡ്. ഇന്ന് ലോകത്തിൽ പല രാജ്യങ്ങളിലും പല സ്കൂളുകളിലും ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിപ്പിക്കുന്നു. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വിചാരിക്കും നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബി ഓർ മലയാളം എന്ന് എഴുതും. അതായത് ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ലാംഗ്വേജ്, അതായത് ഒരു രണ്ടാമത്തെ ഭാഷ എന്ന നിലയ്ക്ക് ഇംഗ്ലീഷ് ഈസ് ടോട്ട് ആസ് ദ സെക്കൻഡ് ലാംഗ്വേജ് ഇൻ സ്കൂൾസ് ഇൻ മെനി കൺട്രീസ് അക്രോസ് ദ വേൾഡ്. നമ്മുടെ രാജ്യമടക്കം, അല്ലേ? നമ്മുടെ രാജ്യത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇംഗ്ലീഷ് പഠിക്കാതെ ഏതെങ്കിലും ക്ലാസ് ജയിക്കാൻ പറ്റുമോ? 1-ാം ക്ലാസ് മുതൽ LP-യിൽ 4 വരെ ഇംഗ്ലീഷ് പഠിക്കുക തന്നെ വേണം. 4-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ UP,
ഇംഗ്ലീഷ് പഠിക്കാതെ രക്ഷപ്പെടില്ല. അതുപോലെ തന്നെ 8, 9, 10 ഹൈസ്കൂള് പ്രധാന വിഷയമാണ് ഇത് ഇംഗ്ലീഷ്. +1, +2. ഇനി അതെല്ലാം കഴിഞ്ഞ് ഡിഗ്രിക്ക് എത്തിക്കഴിഞ്ഞാലോ, ഡിഗ്രിക്ക് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ആശ്വാസം കൊള്ളും. എന്ത്? അവനവന് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഡിസിപ്ലിൻ തിരഞ്ഞെടുത്ത് പഠിക്കാം. പക്ഷേ അവിടെയും ജനറൽ ഇംഗ്ലീഷ് ഒഴിവാക്കിയിട്ടുള്ള ഒരു കളി നടക്കൂല. BA മലയാളം, BA അറബിക്, BSc മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഏതെടുക്കുകയാണെങ്കിലും, അതായത് ജനറൽ ഇംഗ്ലീഷ് ജയിക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു പരിപാടി എന്ത് ചെയ്യില്ല, നമുക്ക് നടക്കൂല. ഇനി അത് കഴിഞ്ഞ PGക്ക് ആണെങ്കിലോ മിക്കവാറും ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റികളിൽ പേപ്പർ കംപ്ലീറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഇക്കണോമിക്സ് ആയിക്കോട്ടെ ഹിസ്റ്ററി ആയിക്കോട്ടെ, അത് കംപ്ലീറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഇംഗ്ലീഷിൽ എഴുതേണ്ടി വരും. അപ്പൊ ഇതാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ രാജ്യങ്ങളിലെ സ്കൂളുകളിലെല്ലാം ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മോർ ഓവർ, അതിലുപരി ഇംഗ്ലീഷ് ഈസ് ഈസിയർ ടു ലേൺ കമ്പയർഡ് ടു അതർ ലാംഗ്വേജസ്. ഇത് നിങ്ങൾ സമ്മതിക്കണം. മറ്റുള്ള ഭാഷകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ എളുപ്പമാണ്. ഇംഗ്ലീഷ് ഈസ് ഈസിയർ ടു ലേൺ, പഠിക്കാൻ ഈസിയാണ്. ഈസിയർ ടു ലേൺ കമ്പയർഡ് ടു അതർ ലാംഗ്വേജസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ നിങ്ങൾ മറ്റു ഭാഷകൾ നോക്കൂ. കാരണം മലയാളം നമ്മളുടെ മദർ ടങ് ആണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം വളരെ ഈസിയാണ്. ഈ മലയാളം പഠിക്കാൻ മലയാളി അല്ലാത്ത ഒരാളോട് ചോദിക്കണം, മലയാളമാണോ ബുദ്ധിമുട്ട്, അതല്ല ഇംഗ്ലീഷ് ആണോ പഠിക്കാൻ ബുദ്ധിമുട്ട്? തീർച്ചയായിട്ടും പറയും മലയാളമാണെന്ന്. ഇത് ഞാൻ ഒരു മോശമാക്കിയിട്ട് പറയല്ല. എന്താ ഇതിന്റെ കാരണം, ഇതിന്റെ അടിത്തറ ഇവിടെ പറയുന്നത് നോക്കൂ. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ഹാസ് ജസ്റ്റ് 26 ആൽഫബറ്റ്സ്. അതായത് ഇംഗ്ലീഷിൽ എന്ന് പറയുമ്പോൾ ഞാൻ മുൻപ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ 26 ആൽഫബറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഞാൻ പുസ്തകത്തിലെ സെന്റൻസ് അതുപോലെ പറഞ്ഞതാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ശരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിനുള്ളത് ഒരു ആൽഫബറ്റ് ആണ്. ആ ആൽഫബറ്റ് എന്ന് പറയുന്നത് 26 എണ്ണം ചേർന്നതാണ്. അപ്പൊ 26 ആൽഫബറ്റ്സ്. കാരണം ശരിക്കും പറഞ്ഞാൽ ആൽഫബറ്റ് എന്ന് പറയുന്നത് ആ 26 എണ്ണത്തെ ചേർത്ത് ഒരുമിച്ച് പറയുന്നതാണ് ആൽഫബറ്റ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി, ഇംഗ്ലീഷിന് 26 ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ലെറ്റേഴ്സ് അല്ലെങ്കിൽ അക്ഷരങ്ങൾ, ഞാൻ സൗണ്ട്സ് എന്ന് പറയുന്നില്ല. സൗണ്ട്സ് നമ്മൾ പിന്നെ ഡിഫ്തോങ്സും വവ്വൽസും ഒക്കെ പറയുമ്പോൾ എന്താവും, 48 ആവും. പക്ഷെ ഞാൻ പറയുന്നത് ആൽഫബറ്റ്, ഏറ്റവും കുറവ് ആൽഫബറ്റ് ഉള്ള ഭാഷ ഏതാ? ഇംഗ്ലീഷാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ആ നിലയ്ക്ക് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ഈസിയർ ടു ലേൺ കമ്പയർഡ് ടു അതർ ലാംഗ്വേജസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ മറ്റു ഭാഷകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. Thus as a language, അതുകൊണ്ട് തന്നെ ഒരു ഭാഷ എന്ന നിലയ്ക്ക് ഇംഗ്ലീഷ് ക്രിയേറ്റ്സ് equity among people belonging to different language and cultural backgrounds. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക പശ്ചാത്തലവും അതുപോലെ തന്നെ ഭാഷ കൊണ്ടും വ്യത്യസ്തരായിട്ടുള്ള ആളുകൾക്കിടയിൽ ഇക്വിറ്റി, അത്തരം ആളുകൾക്കിടയിൽ ഒരു സമത്വം ഉണ്ടാക്കാൻ, അവരെ ഒന്നിപ്പിക്കാൻ ഇംഗ്ലീഷിന് കഴിയുന്നു. അതായത് വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക പശ്ചാത്തലങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ്, വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നും വരുന്ന ആളുകൾ, വ്യത്യസ്തമായിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന ആളുകൾ, അവർക്കിടയിൽ ഒരു ഇക്വിറ്റി, ഒരു സമത്വം, ഒരു യൂണിറ്റി ഉണ്ടാക്കാൻ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കഴിയുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട്? Thus as a language, ഒരു ഭാഷ എന്ന നിലയ്ക്ക് ഇംഗ്ലീഷ് ക്യാൻ ക്രിയേറ്റ് ഓർ ഇംഗ്ലീഷ് ക്രിയേറ്റ്സ്, ഇംഗ്ലീഷ് ക്രിയേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇംഗ്ലീഷിന് വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ട്സിലുള്ള ആളുകൾ, വ്യത്യസ്ത കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്, വ്യത്യസ്ത സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിലുള്ള ആളുകൾക്കിടയിൽ ഒരു ഇക്വിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷിന് കഴിയുന്നു, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ദ ഇന്റർനെറ്റ് ആൻഡ് ദി സ്പ്രെഡ് ഓഫ് ടെക്നോളജി, സാങ്കേതികതയുടെയും അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെയും സ്പ്രെഡ്, അതിന്റെ വ്യാപനം നമുക്കെന്നറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെയൊക്കെ കൈവശം ഇന്റർനെറ്റ് ഉണ്ട്
അല്ലേ? വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാവുന്ന സൗകര്യം. ഇപ്പൊ പണ്ടൊക്കെ നമുക്കറിയാം ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അതുകൊണ്ട് വളരെ പരിമിതമായിട്ടുള്ള ആളുകൾ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാലം മാറിയതോടുകൂടി എന്ത് ചെയ്ത് നമുക്ക് സംവിധാനങ്ങൾ, അല്ലെ, ഓരോരുത്തർക്കും ആക്സസ്, അതുപോലെ തന്നെ വില കുറഞ്ഞത് അഫോർഡബിൾ ആയിട്ടുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് നമുക്ക് ലഭിച്ചു തുടങ്ങി, അല്ലേ? അതായത് ഇപ്പൊ മൊബൈൽ ഫോൺ ആണെങ്കിലും അവനവന്റെ കാശിന് കഴിയുന്ന, അല്ലെ, മിതമായിട്ടുള്ള വിലയിൽ ലഭിക്കുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ സാങ്കേതികതയും വ്യാപിച്ചതോടുകൂടി ഹാവ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ്. ഇതും അപ്പൊ ഈ ഒരു വികാസവും ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ വികാസത്തിന് കാരണമായി. അപ്പൊ സാങ്കേതികത വന്നത്, അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ സ്പ്രെഡ്, ടെക്നോളജിയുടെ സ്പ്രെഡ് എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ലാംഗ്വേജിനെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം മലയാളം മാത്രം എഴുതിയ ആളുകൾ ഇന്ന് പലർക്കും ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നത് എങ്ങനെ? സ്കൂൾ പഠിച്ചുകൊണ്ടല്ല. ചില ആളുകൾ മൊബൈൽ ഫോണിൽ വായിക്കാണ്. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ വരുന്ന മെസ്സേജുകൾ, ഇംഗ്ലീഷിൽ വരുന്ന മെസ്സേജുകൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ കാണുന്ന മറ്റുള്ള കാര്യങ്ങൾ വായിക്കാണ്. അപ്പൊ അതിലൂടെ ഭാഷ വളരുന്നു, ഭാഷ സ്പ്രെഡ് ചെയ്യുന്നു. അപ്പൊ ഇന്റർനെറ്റിന്റെയും അതുപോലെ തന്നെ ടെക്നോളജിയുടെയും സ്പ്രെഡ് ഹാവ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ്, എന്തു ചെയ്തു? സഹായിച്ചു, സംഭാവന ചെയ്തു, കോൺട്രിബ്യൂട്ട് ചെയ്തു ടു ദ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്പ്രെഡിന്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ത് ചെയ്യുക? സ്പ്രെഡ് ചെയ്യുക, വികസിക്കുക, വ്യാപിക്കുക. അതിന് ഇന്റർനെറ്റിന്റെയും അതുപോലെ തന്നെ ടെക്നോളജിയുടെയും വികാസം സംഭാവന ചെയ്തു. ദ സ്റ്റാറ്റസ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്, ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്ന നിലയ്ക്കുള്ള ഇംഗ്ലീഷിന്റെ സ്റ്റാറ്റസ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത് എന്ന് തുടങ്ങിയെന്ന് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദ ഹിസ്റ്ററി ഓഫ് ഗ്ലോബലൈസേഷൻ. നിങ്ങൾ എങ്ങോട്ടെത്തും? ദ ഹിസ്റ്ററി ഓഫ് കൊളോണൈസേഷൻ. അതായത് ഇംഗ്ലണ്ടിന്റെ കൊളോണൈസേഷന്റെ കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തും. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്ന നിലയ്ക്ക് ഇംഗ്ലീഷിന്റെ വളർച്ചയുടെ തുടക്കവും അന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോ ദ സ്റ്റാറ്റസ് ഓഫ് ഇംഗ്ലീഷ്, അപ്പൊ ഇന്നോ ഇന്നലെയും അല്ല ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്ന നിലയ്ക്കുള്ള സ്റ്റാറ്റസ് അക്വയർ ചെയ്തത്. ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക്, അതിന്റെ ഒരു ട്രേസ്, അതിന്റെ ഒരു തുടക്കം നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ടു ദ ഹിസ്റ്ററി ഓഫ് കൊളോണൈസേഷൻ, കോളനിവൽക്കരണത്തിന്റെ ആ ഒരു ചരിത്രം നോക്കൂ. അവിടെയാണ് എന്തിന്റെ തുടക്കം? സ്റ്റാറ്റസ് ഓഫ് ഇംഗ്ലീഷ് ഹാസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഞാൻ ചുരുക്കി പറയാൻ നോക്കിക്കോളൂ. ബ്രിട്ടൻ വെന്റ് അറൗണ്ട് ദ ഗ്ലോബ്. ബ്രിട്ടൻ എന്ന് പറയുന്ന ആ സാമ്രാജ്യം, ആ ഒരു രാജ്യം എന്ത് ചെയ്തു? വെന്റ് അറൗണ്ട് ദ ഗ്ലോബ്. ഗ്ലോബ് മീൻസ് ലോകം. ലോകത്തുള്ള പല രാജ്യങ്ങളിലേക്കും ബ്രിട്ടൻ പോയി, അല്ലെ? ബ്രിട്ടൻ അങ്ങോട്ട് ചുറ്റി സഞ്ചരിച്ചു. പോയ രാജ്യങ്ങളെന്നും വെറുതെ വിട്ടില്ല. പോയ രാജ്യങ്ങൾ ഇന്ത്യ അടക്കം, അല്ലേ? കാരണം നമ്മൾ ആ ഹിസ്റ്ററി പഠിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ബ്രിട്ടൻ എത്ര രാജ്യങ്ങളിൽ കോളനി ഉണ്ടായിരുന്നു. അപ്പൊ വ്യക്തമായിട്ട് എനിക്കത് പറയാൻ കഴിയില്ല. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികളല്ലേ, അതുകൊണ്ട് ബ്രിട്ടൻ എത്ര രാജ്യങ്ങളിൽ കോളനി ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യും. ആർക്കൊക്കെ അറിയാമെന്ന് എനിക്കൊന്നും അറിയാലോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടൻ വെന്റ് അറൗണ്ട് ദ ഗ്ലോബ് ആൻഡ് ക്രിയേറ്റഡ് ദെയർ കോളനീസ്. പല രാജ്യങ്ങളിലെ ബ്രിട്ടൻ എന്ത് ചെയ്തു? ചെന്നു. അവിടെ എല്ലാം ബ്രിട്ടൻ കോളനികൾ ഉണ്ടാക്കി. പക്ഷേ അവരെ ഒന്നും വെറുതെ വിട്ടില്ല. അവിടുത്തെ ജനങ്ങളെയും ആ നാടിനെയും വെറുതെ വിട്ടില്ല. ദേ ഇമ്പോസ്ഡ് ദെയർ കൾച്ചർ. ബ്രിട്ടന്, ദേ എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ എന്ത് ചെയ്തു? ഇമ്പോസ്ഡ് ദെയർ കൾച്ചർ. ഇവിടെ ദേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ഇവർ ചെല്ലുന്ന രാജ്യങ്ങളിലെല്ലാം ദേ ഇമ്പോസ്ഡ്, ഇവർ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കാം ദെയർ കൾച്ചർ. അപ്പൊ ഇവരുടെ വിശ്വാസം എന്താ? ഇവരുടെ സംസ്കാരമാണ് ഏറ്റവും നല്ല സംസ്കാരം. അതുപോലെ തന്നെ ഇവർ ചെല്ലുന്ന രാജ്യങ്ങളിലെല്ലാം സംസ്കാരം മോശമാണ്. ആ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ എല്ലാം ജീവിത രീതി വളരെ മോശമാണ്. അതുകൊണ്ട് അവരെല്ലാം നേരാക്കിയെടുക്കല്, അവരെല്ലാം മെച്ചപ്പെടുത്തല് ഞങ്ങളുടെ ഡ്യൂട്ടിയാണെന്ന് വിശ്വസിച്ചവരാണ് ആര്? ഈ ബ്രിട്ടീഷുകാര്.
അതുകൊണ്ട് അവരെന്തു ചെയ്തു? അവർ ചെല്ലുന്ന രാജ്യങ്ങളിലെല്ലാം ദേ ഇമ്പോസ്ഡ് ദെയർ കൾച്ചർ, അവരുടെ സംസ്കാരത്തെ അവർ അടിച്ചേൽപ്പിച്ചു. ഞങ്ങളുടെ സംസ്കാരം ഫോളോ ചെയ്യണം. സംസ്കാരം മാത്രമല്ല, ദെയർ നേറ്റീവ് ലാംഗ്വേജ്, അവരുടെ നേറ്റീവ് ലാംഗ്വേജ്, അവരുടെ മാതൃഭാഷയും, ദാറ്റ് ഈസ് ഇംഗ്ലീഷ്. നിർബന്ധപൂർവം ഇംഗ്ലീഷ് സംസാരിക്കണം, അടിച്ചേൽപ്പിക്കുകയാണ് ബ്രിട്ടീഷുകാർ. ബ്രിട്ടന്റെ സംസ്കാരം അവർ ചെല്ലുന്നിടത്തെല്ലാം അടിച്ചേൽപ്പിക്കുകയാണ് രാജ്യവും. എവിടെ? ഓൺ ദ കൺട്രീസ് വേർ ദേ എസ്റ്റാബ്ലിഷ്ഡ് ദെയർ കോളനീസ്, അവരുടെ കോളനികൾ എസ്റ്റാബ്ലിഷ് ചെയ്ത രാജ്യങ്ങളിലെല്ലാം. അവ എത്ര രാജ്യങ്ങളിലാണോ കോളനി എസ്റ്റാബ്ലിഷ് ചെയ്തത് അത് നിങ്ങൾ കണ്ടെത്തുന്നുണ്ടല്ലോ. അവിടെയെല്ലാം, ആ രാജ്യങ്ങളിലെല്ലാം ബ്രിട്ടീഷുകാര് അവരുടെ സംസ്കാരവും അതുപോലെ തന്നെ ഈ ലാംഗ്വേജും, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയും അടിച്ചേൽപ്പിച്ചു. ഗ്രാജുവലി, ക്രമേണ, പതുക്കെ പതുക്കെ കേട്ടോ. ഗ്രാജുവലി എന്ന വാക്കിന് അർത്ഥം എന്താ? ക്രമേണ, ഒറ്റയടിക്കല്ല കേട്ടോ. ഇതൊക്കെ ഒറ്റയടിക്ക് നടക്കുന്ന കാര്യങ്ങളല്ല. കാരണം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നത് 1800 പോയതോ 1947 ആണല്ലോ. ഒന്ന് കണക്കൂട്ടി നോക്കൂ, എത്ര വർഷങ്ങള് അല്ലെ. അപ്പോ ഇതെല്ലാം ഒറ്റയടിക്കല്ല, ക്രമേണ, ഗ്രാജുവലി. ഇംഗ്ലീഷ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സ്കൂൾസ്. ആദ്യം എന്ത് ചെയ്തു? ഇവര് ചെല്ലുന്ന രാജ്യങ്ങളിലെ ആളുകളുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ക്രമേണ ആ നാടുകളിലെ സ്കൂളുകളിലും ഇംഗ്ലീഷ് പരിചയപ്പെടുത്തി. ക്രമേണ, ഗ്രാജുവലി, ഇംഗ്ലീഷ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സ്കൂൾസ്. കഴിഞ്ഞില്ല. ആൻഡ് ഇൻ ഹാൻഡിലിംഗ് ഒഫീഷ്യൽ മാറ്റേഴ്സ്, അതുപോലെ തന്നെ ആ നാടുകളിലെ ഔദ്യോഗിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും. പതുക്കെ ആ നാടിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ നാട്ടില് അല്ലേ, അതായത് ഭരണഭാഷ, നമ്മളെ നാട്ടിലെ കേരളത്തിലെ ഭരണഭാഷ മലയാളമായത് എന്നാന്ന് നിങ്ങൾക്കറിയാലോ. അപ്പൊ വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. 2003 മറ്റാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. അപ്പൊ എന്തായി കഴിഞ്ഞാലും, അത് 2013 എന്ന് സംശയമുണ്ട് കേട്ടോ. അപ്പൊ എന്തായി കഴിഞ്ഞാലും ഈ കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ മേ ബി മിസ്റ്റേക്ക് ആവാം, ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ പറയാൻ ഉറപ്പല്ല. അപ്പൊ എന്തായി കഴിഞ്ഞാലും അതുവരെ എന്നാൽ പോലും നമ്മളെ നാട്ടിലെ വില്ലേജിലും പഞ്ചായത്തിലും നിങ്ങൾ ഫയലുകളും മറ്റും ശ്രദ്ധിച്ചു നോക്കൂ, ഫോമുകളെല്ലാം ഇംഗ്ലീഷിലാണ് ലഭിക്കുന്നത് അല്ലേ. കാരണം ഇത് ആരുടെ സ്വാധീനമാണ്? വ്യക്തമായിട്ടും ഇംഗ്ലീഷുകാരുടെ സ്വാധീനം അല്ലെങ്കിൽ അവരുടെ വിജയമാണ്. ഇതിന്റെ ഫലമായിട്ട് ദ നേറ്റീവ് പീപ്പിൾ ഓഫ് ദീസ് കൺട്രീസ്, ഈ നാടുകളുണ്ടല്ലോ, ബ്രിട്ടൻ കോളനികളാക്കി മാറ്റിയ ഇത്തരം നാടുകൾ, ഇന്ത്യ അടക്കമുള്ള ഇത്തരം നാടുകൾ, ആ നാടുകളിലെ നേറ്റീവ് പീപ്പിൾ, അവിടെ ജനിച്ചു വളർന്ന അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, അവരെന്തു ചെയ്തു? ഗോട്ട് ഫെമിലിയറൈസ്ഡ് വിത്ത് ദ ലാംഗ്വേജ്, ഈ ഭാഷയുമായിട്ട് പരിചയപ്പെട്ടു തുടങ്ങി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രക്ഷയില്ല. കാരണം എല്ലായിടത്തും ഈ ഇംഗ്ലീഷ് ഇങ്ങനെ കാണാൻ തുടങ്ങുകയാണ്. പിന്നെ അത് പഠിക്കല്ലാതെ മാർഗമില്ല. അതുകൊണ്ട് തന്നെ ദ നേറ്റീവ് പീപ്പിൾ ഓഫ് ദീസ് കൺട്രീസ്, ഇന്ത്യ അടക്കമുള്ള ബ്രിട്ടൻ കോളനികളാക്കി മാറ്റിയ ഇത്തരം രാജ്യങ്ങളിലെ ജനിച്ചു വളർന്ന പ്രദേശവാസികളെ ഗോട്ട് ഫെമിലിയറൈസ്ഡ് വിത്ത് ദ ലാംഗ്വേജ്, മീൻസ് വിത്ത് ഇംഗ്ലീഷ്. ഈവൺ ആഫ്റ്റർ ദ ബ്രിട്ടീഷ്, ദാറ്റ് മീൻസ് ബ്രിട്ടൻ ലെഫ്റ്റ് ദം. ഇനി ബ്രിട്ടൻ ആ രാജ്യത്ത് നിന്നും പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും, ഈവൺ ആഫ്റ്റർ, ശേഷം പോലും, ദ ബ്രിട്ടീഷ് ലെഫ്റ്റ് ദം, ബ്രിട്ടൻ അവരെ വിട്ടുപോവാം. കാരണം ഇന്ത്യയെ വിട്ടു 1947 ഇന്ത്യ വിട്ടുപോയി അല്ലേ. ഇന്നും ഇംഗ്ലീഷ് വളരാന്നല്ലാതെ ഇല്ലല്ലോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഭാഷയുടെ ഒരു സ്വാധീനമാണ്, അന്നുണ്ടാക്കിയ സ്വാധീനം കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ പല രാജ്യങ്ങളെ വിട്ട് അവർ പോയിട്ടും ദ ഇഫക്റ്റ് ഓഫ് ഇംഗ്ലീഷ് കണ്ടിന്യൂഡ് ഇൻ ദെയർ കൾച്ചർ, ആ രാജ്യത്തിലെ സംസ്കാരത്തിൽ ഇംഗ്ലീഷിന്റെ ഇഫക്റ്റ്, അതായത് ഇംഗ്ലീഷിന്റെ ഒരു സ്വാധീനം ഇന്നും നിലനിൽക്കുന്നു. കണ്ടോ? ദ ഇഫക്റ്റ് ഓഫ് ഇംഗ്ലീഷ് കണ്ടിന്യൂഡ് ഇൻ ദെയർ കൾച്ചർ. എത്ര നാളായി, എത്ര കാലമായി നമ്മളെ നാട്ടിൽ നിന്ന് ഇംഗ്ലീഷുകാർ പോയിട്ട്, പക്ഷെ എന്നിട്ടും ആ ഇംഗ്ലീഷിന്റെ ഒരു ഇഫക്റ്റ്, അതിൻ്റെ ഒരു സ്വാധീനം ഇന്നും നമ്മളുടെ സംസ്കാരത്തിൽ നിലനിൽക്കുന്നുണ്ട്.
ഇംഗ്ലീഷ് ഹാസ് ക്രിയേറ്റഡ് എ ഹ്യൂജ് ഇമ്പാക്റ്റ് ഇൻ ദ പോസ്റ്റ് കൊളോണിയൽ വേൾഡ്. അതായത് പോസ്റ്റ് കൊളോണിയൽ വേൾഡിലും ഇംഗ്ലീഷിന്റെ ഇമ്പാക്റ്റ്, പ്രത്യാഘാതം കൃത്യമായിട്ട് ഉണ്ടാക്കാൻ ഇംഗ്ലീഷിന് കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് കൊളോണിയൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷുകാർ പോയതിനു ശേഷം വർഷങ്ങളായില്ലേ? കാരണം എന്നിട്ടും ആ ഇംഗ്ലീഷുകാർ പോയതിനു ശേഷം, അവർ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നും ഇംഗ്ലീഷിന്റെ ഒരു ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഹാസ് ക്രിയേറ്റഡ് എ ഹ്യൂജ് ഇമ്പാക്ട് ഇൻ ദ പോസ്റ്റ് കൊളോണിയൽ വേൾഡ് ഇൻ ദ ഇറ ഓഫ് ഗ്ലോബലൈസേഷൻ. അതിനുശേഷം വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടമാണ്. ഈ ആഗോളവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഹാസ് ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ്. ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് പിറകിലോട്ട് തള്ളല്ല ഉണ്ടായത്, ഇംഗ്ലീഷ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുക ചെയ്തത്. ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടം വന്നതോടുകൂടി, ഗ്ലോബലൈസേഷന്റെ യുഗം വന്നതോടുകൂടി ഇംഗ്ലീഷ് ഹാസ് ബിക്കം മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ്. ഒന്ന് നോക്കി നോക്കുക എന്താ കാര്യം. പീപ്പിൾ ഗോ ടു ഫോറിൻ കൺട്രീസ് ടു സ്റ്റഡി ആൻഡ് വർക്ക് ആൻഡ് ഓൾസോ ഫോർ ടൂറിസ്റ്റ് പർപ്പസസ്. ആളുകൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗോ ടു ഫോറിൻ കൺട്രീസ്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. എന്തിനൊക്കെ വേണ്ടി? ടു സ്റ്റഡി ആൻഡ് വർക്ക്. ചിലർ പഠനത്തിനു വേണ്ടി, ചിലർ ജോലിക്ക് വേണ്ടി, മറ്റു ചില ആളുകൾ ഫോർ ടൂറിസ്റ്റ് പർപ്പസ്, അതായത് ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്ഥലം കാണുന്നതിനും ആളുകളെ മനസ്സിലാക്കുന്നതിനും സംസ്കാരം മനസ്സിലാക്കുന്നതിനും ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടി ആളുകൾ വിദേശത്ത് പോകുന്നു. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ആശയവിനിമയത്തിനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം ഒരു കോമൺ ലാംഗ്വേജ് ആവശ്യമായിട്ട് വരിക. അപ്പൊ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷിന്റെ അനിവാര്യത. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ആളുകൾ അവരവരുടെ രാജ്യത്ത് ഒതുങ്ങിക്കൂടുകയല്ല, ആളുകൾ പല രാജ്യങ്ങളിലേക്കായി സഞ്ചരിക്കുകയാണ്. അതോടുകൂടി ഒരു കോമൺ ലാംഗ്വേജിന്റെ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ലാംഗ്വേജ്, ആളുകൾ ലോകത്തിൽ ഇങ്ങനെ കറങ്ങാണ്. ഈ കറങ്ങുന്ന ആളുകൾക്ക് ഒരു ഗ്ലോബൽ ലാംഗ്വേജ്, ആഗോള ഭാഷ വേണം. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്ന നിലയ്ക്ക് കാലം മുന്നോട്ട് പോകുന്തോറും ഇംഗ്ലീഷിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നു. ഇനി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, അന്താരാഷ്ട്ര സംഘടനകൾ ലൈക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നാഷൻസ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് എക്സെട്ര, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എക്സെട്ര, ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇതിലുള്ള അംഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങളാണ്, അല്ലേ? അതായത് നമുക്കറിയാം, അതായത് 100 ചില്ലാനം രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ഇതിലുണ്ട്. അവരെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്, ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ആളുകളാണ്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ, ചർച്ച ചെയ്യണ്ടേ, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണ്ടേ, അവരുടെ മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യണ്ടേ? അതിനൊക്കെ എന്തു വേണം? പ്രശ്നമാണ് അവർക്ക്. എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ ഡിസ്കസ് ചെയ്യും, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിനെ സംബന്ധിച്ചിടത്തോളം നീഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഫോർ ഹാൻഡ്ലിംഗ് ദെയർ ഒഫീഷ്യൽ മാറ്റേഴ്സ്. ഇവർക്ക് ഇവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇവർക്കൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് വേണം. എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ളൊരു ഭാഷ, അതൊരു പ്രശ്നമാവുകയാണ്. എന്നാൽ ഈ പ്രശ്നത്തെ എല്ലാം പരിഹരിക്കാൻ ഇംഗ്ലീഷ് ഹാസ് സോൾവ്ഡ് ദ പ്രോബ്ലം. ഈ പ്രശ്നത്തെ എല്ലാം ആര് സോൾവ് ചെയ്തു? ഇംഗ്ലീഷ് സോൾവ് ചെയ്തു. കാരണം ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ലോകത്തിന്റെ ഏത് കോണിലുള്ള രാജ്യത്തിലുള്ള ആൾക്കും, അല്ലെ, ലോകത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ആൾക്ക് വടക്ക് ഭാഗത്തുള്ള ആളുമായിട്ടും, അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തുള്ള ആൾക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആളുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കൺവേഴ്സ് ചെയ്യാം ബൈ യൂസിങ് ഇംഗ്ലീഷ്. ദെൻ വൈ?
ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ഇംഗ്ലീഷ് ഒരു പരിഹാരം കണ്ടെത്തുന്നു. ഇനി പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള നമ്മുടെ കഴിവ്, നമ്മുടെ പ്രാവീണ്യം, നമ്മുടെ പ്രൊഫിഷ്യൻസി വിൽ ഹെൽപ്പ് ടു ഗെറ്റ് ആക്സസ് ടു ദി റെനൗണ്ട് യൂണിവേഴ്സിറ്റീസ് അക്രോസ് ദ വേൾഡ്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള റെനൗണ്ട് യൂണിവേഴ്സിറ്റീസ്, ഫേമസ് യൂണിവേഴ്സിറ്റീസ്, പേരുകേട്ട യൂണിവേഴ്സിറ്റികൾ, ആ യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് ആക്സസ് വേണോ, നിങ്ങൾക്ക് പ്രവേശനം വേണോ, നിങ്ങൾക്ക് എത്തണോ, അതിന് നിങ്ങളെ ആര് അല്ലെങ്കിൽ എന്ത് സഹായിക്കും? പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിൽ ഹെൽപ്പ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള നിങ്ങളുടെ പ്രൊഫിഷ്യൻസി, നിങ്ങളുടെ പ്രാവീണ്യം നിങ്ങളെ സഹായിക്കും. അതായത് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള നിങ്ങളുടെ പ്രൊഫിഷ്യൻസി ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ടെക്സ്റ്റ് ചെയ്തിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ടെസ്റ്റ് ചെയ്തിട്ട് അല്ലെ, ടെസ്റ്റ് ചെയ്യണം, അത് പരിശോധിക്കണം, അത് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമല്ല ഇത്തരം യൂണിവേഴ്സിറ്റീസ് നമുക്ക് അസൈൻമെന്റ്സും മറ്റും നൽകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് നല്ല രീതിയിൽ കോപ്പപ്പ് ചെയ്ത് പോകണമെങ്കിൽ, നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി വേണം. അപ്പൊ കൃത്യമായിട്ട് അവിടെ നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യും. അത് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് അങ്ങോട്ടൊരു എൻട്രി അല്ലെങ്കിൽ എൻട്രൻസ്, പ്രവേശനം, ദാറ്റ് ഈസ് ആക്സസ് കിട്ടണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പ്രൊഫിഷ്യൻസി അത്യാവശ്യമാണ്. ഇനി നോക്കൂ, there are scientific journals and international magazines. ഒരുപാട് ഇന്റർനാഷണൽ മാഗസിൻസും അതുപോലെ തന്നെ സയന്റിഫിക് ജേർണൽസ് ഒക്കെ ഉണ്ട്. യൂസ് ഇംഗ്ലീഷ് ആസ് ദെയർ ലാംഗ്വേജ്. അവയെല്ലാം അവയുടെ ഭാഷയായിട്ട് ഇംഗ്ലീഷിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ദെൻ വൈ? എന്തുകൊണ്ടാണ് ലോകോത്തര നിലവാരമുള്ള സയന്റിഫിക് ജേർണൽസും അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാഗസിൻസും ഒക്കെ ഇംഗ്ലീഷിൽ വരുന്നത്? പത്രങ്ങൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ വരുന്നത്? അതിന്റെ കാരണം സിൻസ്, ബിക്കോസ്, കാരണം ഇറ്റ് വിൽ ഹെൽപ്പ്, ഇത് സഹായിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് മീഡിയമായിട്ട് എടുക്കുന്നത് ഹെൽപ്പ് ചെയ്യും. എന്തിന്? ഹെൽപ്പ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ടു ആക്സസ് ഇറ്റ്. അധികം ആളുകൾക്കും അതിലേക്കുള്ള ഒരു ആക്സസ് അത് ഒരുക്കി കൊടുക്കും. അതായത് മീഡിയം ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ലോകത്തിലെ മിക്ക ആളുകൾക്കും അത് വായിക്കാം. കാരണം ലോകത്തിലെ ആഗോള ഭാഷ ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷയിലാകുന്നത് കൊണ്ട് തന്നെ മോസ്റ്റ് വലിയ ഒരു വിഭാഗം ആളുകൾക്കും അതിലേക്കുള്ള ഒരു ആക്സസ് തരപ്പെടും. മീൻസ് അത് വായിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു എൻട്രി ലഭിക്കും. സോ ഇംഗ്ലീഷ്, അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആസ് ദ ഗ്ലോബൽ ലാംഗ്വേജ്, ഒരു ആഗോള ഭാഷ എന്ന നിലയ്ക്ക് ഇംഗ്ലീഷ് ക്യാൻ സോൾവ് ദ പ്രോബ്ലം ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ. അതായത് ഈ വ്യത്യസ്തമായ ലാംഗ്വേജ് കമ്മ്യൂണിറ്റിയിൽ നിന്നുമുള്ള ആളുകൾ എന്ന നിലയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബാരിയർ, തടസ്സം, ആ തടസ്സത്തെ ഇംഗ്ലീഷിന് മാറ്റാൻ കഴിയും. ദെൻ വൈ? ആസ് ദ ഗ്ലോബൽ ലാംഗ്വേജ്, ഒരു ആഗോള ഭാഷ എന്ന നിലയ്ക്ക് ഇംഗ്ലീഷ് ക്യാൻ സോൾവ് ദ പ്രോബ്ലം ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ. മാത്രമല്ല ആൻഡ് ടേക്ക് അപ്പ് ദ റോൾ ഓഫ് എ ബ്രിഡ്ജ് ദാറ്റ് ക്യാൻ കണക്ട് പീപ്പിൾ അക്രോസ് ദ വേൾഡ്. മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജ്, ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ട് നിലകൊള്ളാനും ഇംഗ്ലീഷിന് കഴിയും. അതും കണക്ട് പീപ്പിൾ അക്രോസ് ദ വേൾഡ് ഇൻ ഡിഫറെന്റ് ഫീൽഡ്സ് ലൈക്ക് ബിസിനസ്, ഇക്കണോമിക്സ്, എഡ്യൂക്കേഷൻ, ഇന്റർനാഷണൽ റിലേഷൻസ്, സയൻസ്, അതുപോലെ തന്നെ ട്രേഡ് ആൻഡ് ടൂറിസം എന്റർടൈൻമെന്റ് എക്സെട്ര. ഇങ്ങനെ പല പല മേഖലകൾ, വ്യത്യസ്തമായ മേഖലകൾ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലുള്ള വ്യത്യസ്തരായിട്ടുള്ള വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്നുള്ള പലതരത്തിലുള്ള സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുമുള്ള ആളുകളെ
കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് മാറാൻ ഇംഗ്ലീഷിന് കഴിയും. ദെൻ വൈ ആസ് ദ ഗ്ലോബൽ ലാംഗ്വേജ് ആയതുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്ന നിലയ്ക്കുള്ള ഒരു വളർച്ച. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക. സാധാരണ പറയുന്ന പോലെ തന്നെ പറയുകയാണ്, എല്ലാവരും എന്ത് ചെയ്യണം, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ മറ്റോ പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.